പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വെർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വെക്കബി. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സോ ഈ പുതിയ വർഷത്തിൽ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ മനസ്സിലാക്കുക, ഇത് ഒരു വചന പ്രഘോഷണമല്ല, ഞാനൊരു വചന പ്രഘോഷകനല്ല. നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. മാമോദിസ വെള്ളം തലയിൽ വീണിട്ടുള്ള എല്ലാ കത്തോലിക്കർക്കുമുള്ള ഉത്തരവാദിത്തമാണ് യേശുവിനെ നമ്മൾ കൊടുക്കുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഔദ്യോഗികമായിട്ട് ഞാനൊരു വചനപ്രഘോഷനല്ല, ബ്രദർമാരല്ല, അങ്ങനെ കരുതിയിരിക്കുന്നവരത് മാറ്റണം. അതുകൊണ്ടാണ് ഞാൻ എന്നെ ബ്രദർ എന്ന് വിളിക്കരുത് എന്ന് എപ്പോഴും പറയുന്നത്. സോ നമുക്കെല്ലാവർക്കും ഓരോ വഴികളുണ്ട്, ഓരോ വിളികളുണ്ട് എങ്ങനെ ഈശോയെ കൊടുക്കണം എന്നുള്ളത്. അത് മസ്റ്റാണ്, അത് ചോയ്സ് അല്ല. ഏതെങ്കിലുമൊക്കെ ഒരു വിധത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കുന്നവരായി നമ്മൾ മാറണം. അപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു രീതിയാണ് ഈ രീതിയിൽ ഈശോയെ കൊടുക്കുക എന്നുള്ളത്. അതിനേക്കാളെല്ലാം ഉപരി നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ഈശോയെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ അറിഞ്ഞ ഈശോയെയും ഞാൻ എൻ്റെ അനുഭവത്തിൽ അനുഭവിച്ചിട്ടുള്ള കത്തോലിക്ക വിശ്വാസമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നത്. സോ ആ രീതിയിലാണ് നിങ്ങൾ കേൾക്കാനും കാണാനും വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാം തിരുവചനവും കത്തോലിക്ക സഭയുടെ പ്രബോധനവുമായിട്ട് ടച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. അപ്പം എൻ്റെ അനുഭവങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾക്കത് ദൈവാനുഭവത്തിലോട്ട് നയിക്കുന്നുണ്ടെങ്കിൽ ഐ ആം വെരി ഹാപ്പി. സോ നമ്മുടെ വിഷയത്തിലോട്ട് വരുന്നതിന് മുൻപ് ആസ് യൂഷ്വൽ ലെറ്റ് us begin with a prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimite nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. അപ്പം ഈ 2026 ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് ജീവിതത്തെ അനുഭവിച്ചിട്ടുള്ള, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങളും അത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്, എല്ലാം എനിക്ക് എടുക്കാൻ പറ്റാറില്ല, എന്നെക്കൊണ്ട് പരമാവധി ഞാൻ റിപ്ലൈ തരാറുണ്ട്. എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. ഈ ഒരു പോയിൻ്റ് എനിക്ക് മനസ്സിലായത് ഡാനിയൽ അച്ഛൻ്റെ ടോക്ക് കേട്ട് കഴിഞ്ഞപ്പോഴാണ്. മറ്റൊന്നുമല്ല, ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ ദിവ്യകാരുണ്യ സന്നിധി പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ജപമാല ചൊല്ലുന്നുണ്ട്, കുർബാനയ്ക്ക് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പേഴ്സണൽ പ്രെയർ ഉണ്ട്, ബൈബിൾ വായനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ ഒരു പോയിൻ്റ് ഞാൻ ചിന്തിക്കുന്നു, ഞാൻ എന്തുകൊണ്ട് ചിന്തിച്ചില്ല എന്നുള്ളത്. ഡാനിയൽ അച്ഛൻ്റെ വീഡിയോസ് അച്ഛൻ നിരന്തരം പറയുന്നൊരു കാര്യമുണ്ട്. ദൈവജനത്തെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തെ ആരാധിക്കാനും സ്നേഹിക്കാനുമാണ്. അപ്പോൾ ഞാൻ ഇത്രയും കാലം ചെയ്തിരുന്നത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത്, ആരാധിച്ചില്ല. അഡോറേഷൻ ചാപ്പലിൽ പോകുമ്പോഴും നമ്മളവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ ദൈവമായി കണ്ട്, ഒരു ഓൾമൈറ്റി ഗോഡ് ആയിട്ട് നമ്മൾ കണ്ട്, സർവശക്തനായ ദൈവമായിട്ട് കണ്ട് ദൈവത്തെ നമ്മൾ വർഷിപ്പ് ചെയ്യണം, ആരാധിക്കണം എന്ന ആ ഒരു പോയിൻ്റ് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എല്ലാ ദിവസവും 1 മണിക്കൂർ വെച്ച് ആരാധിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പ്രാർത്ഥിക്കാനല്ല, ഇത് എൻ്റെ മനസ്സിലാക്കലുകളാണ്, നിങ്ങൾക്കത് തിരുത്താം. പ്രാർത്ഥിക്കാനല്ല, അതായത് നിരന്തരം നമ്മുടെ കാര്യം ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ല. എന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കാനാണ്. അപ്പോൾ ദൈവത്തെ ആരാധിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലേറ്റവും പരമപ്രധാനമായിട്ടുള്ളത് യേശു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്നുള്ളതാണ്, നമുക്ക് നിത്യജീവൻ നേടിത്തന്നു എന്നുള്ളതാണ്. അത് ഓർത്തിട്ട്, അതുവരെ നമുക്ക് ചെയ്തിട്ടുള്ള എല്ലാ ആത്മീയവും ഭൗതികമായ നന്മകൾ ഓർത്ത് ദൈവത്തെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ആരാധിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ആരാധിക്കാൻ തുടങ്ങിയ ആ ദിവസം മുതൽ ഒരുപാട് മാറ്റങ്ങൾ. അതിൻ്റെയൊക്കെ ഒരു പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ സാക്ഷ്യം പറയാം എന്താണ് എന്നുള്ളത്. അങ്ങനെ അസാധാരണമായ വിധത്തിൽ എനിക്കതിനത് ചിന്തിക്കുമ്പോഴും സന്തോഷമാണ്. ദൈവം വഴി നടത്തി എന്നുള്ളതാണ്, അസാധാരണമായ വിധത്തിൽ. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും എന്തോ ആയിക്കൊള്ളട്ടെ, ദൈവത്തെ ആരാധിക്കുക. ഇനി നിങ്ങൾ പറയുകയാണ് എനിക്ക് എല്ലാ ദിവസവും 1 മണിക്കൂർ
ദൈവികാരണ സന്നിധിയിൽ പോയിട്ട് ആരാധിക്കാൻ പറ്റത്തില്ല, ഞങ്ങളുടെ അടുത്ത് ചാപ്പലുകളൊന്നുമില്ല. നോ പ്രോബ്ലം. നിങ്ങളുടെ മുറിയിൽ കഥകടച്ചിരുന്ന് 1 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യും. എത്ര മനോഹരമാണെന്നറിയോ. ആദ്യമൊക്കെ നമുക്ക് കുറച്ച് ബോറിംഗ് ആയിരിക്കും, കാരണം നമ്മൾ മാത്രമാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ദൈവം ഒന്നും സംസാരിക്കുന്നില്ല നമുക്ക് തോന്നും. പക്ഷെ പയ്യെ പയ്യെ ദൈവം തിരുവചനത്തിലൂടെ വളരെ കൃത്യമായിട്ട് സംസാരിക്കും, വളരെ കൃത്യമായിട്ട്. പിന്നീട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വചനം തുറക്കുമ്പോൾ ദൈവം നമ്മുടെ സംസാരിക്കും. ആദ്യമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും 1 മണിക്കൂർ ഇരിക്കാൻ. പിന്നെ നമുക്ക് ഈ 1 മണിക്കൂർ കടന്നു പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുകയില്ല. അയ്യോ സമയം തീർന്നു പോയല്ലോ എന്ന് നമുക്ക് തോന്നും. അപ്പം ദൈവത്തെ ആരാധിക്കാനുള്ളൊരു തീരുമാനം ഈ 2026 നമ്മൾ എടുക്കുക എന്നുള്ളത്. അതെനിക്ക് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്ന് അറിയത്തില്ല. ഡാനിലച്ചനൊക്കെ മനോഹരമായിട്ട് പറഞ്ഞു തരും. പക്ഷേ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഒരു ദിവസത്തിൽ 1 മണിക്കൂർ കംപ്ലീറ്റ്ലി ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ മാറ്റിവെക്കുക. അച്ഛൻ പറയുന്നത് വളരെ കറക്റ്റാണ്. നമ്മൾ ആരാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം മാറ്റിവെച്ചാൽ നമ്മൾ ചോദിക്കുക പോലും വേണ്ട, ഈശോ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരും. 100% ഉറപ്പുള്ള കാര്യം, 100%. അപ്പോൾ ഒന്നാമത്തെ കാര്യം 2026 നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു തീരുമാനം എടുക്കുക, എന്ത് സംഭവിച്ചാലും ഞാൻ ദൈവത്തെ ആരാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആരാധനയുടെ സമയത്ത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് പറയാം, നമ്മുടെ വിഷമങ്ങളെല്ലാം നമുക്ക് പറയാം. അതവിടെ ഇറക്കി വെച്ചിട്ട് നമ്മളിങ്ങ് വരണം. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാനാണ്. യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ. യേശുവാണ് ഏകരക്ഷകൻ. യേശുവിലൂടെ അല്ലാതെ രക്ഷയില്ല. ഈ സത്യം ആളുകൾ അറിയണം. അതുകൊണ്ട് നിങ്ങൾ ഏത് സാഹചര്യത്തിലുള്ള വ്യക്തിയാണെങ്കിലും, വചനം പറയുന്ന സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും വചനം പ്രഘോഷിക്കണം. ഏത് സാഹചര്യത്തിലുള്ള വ്യക്തിയാണെങ്കിലും യേശുവിനെ നമ്മൾ കൊടുക്കണം. വിത്ത് പ്രൂഡൻസി, വിവേകത്തോടെ കൊടുക്കണം. നമ്മൾ മറ്റൊന്ന് മനസ്സിലാക്കുക, നമ്മൾ ഒരിക്കലും യേശുവിന് കൊടുക്കുന്നത് മറ്റു മതസ്ഥരുടെ മതാചാരങ്ങൾ നിന്ദിച്ചുകൊണ്ടല്ല. നമ്മൾ യേശുവിനാണ് കൊടുക്കുന്നത്. യേശു പറഞ്ഞ സത്യമാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഒരിക്കലും മറ്റുള്ളവരെ നിന്ദിച്ചു കൊണ്ടായിരിക്കരുത് നമ്മൾ തുടങ്ങേണ്ടത്. യേശു ഒരിക്കലും ആ രീതിയിലല്ല, സ്നേഹത്തോടെയാണ് ഈശോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഏറ്റവും നല്ല ഒരു രീതി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതുപോലെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങും. എന്നിട്ട് നിങ്ങൾ അറിഞ്ഞ ഈശോയെ നിങ്ങൾ പങ്കുവെക്കുക. നിങ്ങളവിടെ ദൈവശാസ്ത്രമൊന്നുമല്ല പറയുന്നത്, നമ്മൾ അറിഞ്ഞ ഈശോയെ, ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചു, അല്ലെങ്കിൽ യേശു എനിക്ക് വേണ്ടി ഇന്നത് ചെയ്തു തന്നു എന്ന്. അതായത് യേശു അന്ധനായ യാചകനെ സുഖപ്പെടുത്തി, അവൻ പോയിട്ട് യേശു തനിക്ക് വേണ്ടി ചെയ്തതെല്ലാം നാട്ടുകാരെ അറിയിച്ചു. അത്രയേ ഉള്ളൂ. ഈശോ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, നമ്മൾ അറിഞ്ഞ ഈശോയുടെ സ്നേഹം നമ്മൾ പങ്കുവെക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, യേശുവിനെ നമ്മൾ അറിഞ്ഞാൽ, യേശുവിൻ്റെ സ്നേഹം അറിഞ്ഞാൽ നമുക്ക് പിന്നെ ചുമ്മാ ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. നമ്മൾ പറഞ്ഞു, നമ്മൾ യേശുവിനെ പറ്റി മറ്റൊരിടത്ത് പറയും. അതാരും അടിച്ചമർത്തിയാലും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുക, ഈ 2026 ഒരു തീരുമാനം എടുക്കുക. നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കുക, ഈശോയെ എനിക്കൊരു വഴി പറഞ്ഞു തരണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ഏത് രീതിയിലാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും ഈശോ പറഞ്ഞു കൊടുക്കുന്നത്. ആ രീതി മനസ്സിലാക്കിയിട്ട് നമ്മൾ യേശുവിനെ പങ്കുവെക്കാൻ തുടങ്ങുക. രണ്ടാമത്തെ കാര്യം. മൂന്നാമതായിട്ട് യേശുവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യം നോക്കി, നമ്മുടെ കുടുംബം നോക്കി, നമ്മുടെ വയറും നമ്മുടെ ജോലിയും നോക്കി ഇങ്ങനെ നമുക്ക് പോകാം. അത് കംഫർട്ട് സോണാണ്. നമ്മൾ ആദിമസഭയിലെ ക്രിസ്ത്യാനികൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ധീരരായിട്ടുള്ള കാത്തലിക്സിനെ നോക്കുകയാണെങ്കിൽ, ഇവരിങ്ങനെ പോയി ജീവിച്ചിരുന്ന ആളുകളല്ല. അവർ പബ്ലിക് വിറ്റ്നസ്, പരസ്യമായിട്ട് സാക്ഷ്യം നൽകിയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ രക്തസാക്ഷികളായത്. അപ്പം നമ്മൾ പലരും ചിന്തിക്കുന്നത്, ഈ പറഞ്ഞതുപോലെ ഞാൻ, എൻ്റെ രക്ഷ, എൻ്റെ നിത്യജീവൻ, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ ജോലി, എൻ്റെ വയറ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിത്യജീവൻ ലഭിക്കുമെന്നാണ്. എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മളൊരു പരസ്യമായ ഒരു സാക്ഷ്യം, പബ്ലിക് വിറ്റ്നസ്, നമ്മൾ പരസ്യമായിട്ടുള്ള ഒരു സാക്ഷ്യം നമ്മൾ നൽകണം. അത് നമ്മൾ ജീവിതം കൊണ്ട് നൽകണം. ജീവിതം കൊണ്ട് നൽകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആദ്യം വചനം നമ്മൾ പാലിക്കണം. ഇതുകൊണ്ടാണ് പലരും മടിക്കുന്നത് പരസ്യമായിട്ട് നമ്മൾ സാക്ഷ്യം നൽകാൻ വേണ്ടിയിട്ട്. അതായത് ഞാൻ കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ഫോൺ എടുത്തു, നമ്മൾ ഫോണിൽ കോളർ ട്യൂൺ നമ്മൾ വെക്കുന്നു, ഒരു ഭക്തിഗാനം വെക്കുന്നു, വിളിക്കുന്ന ആൾക്കാർ ഭക്തിഗാനം കേൾക്കുന്നു. നമ്മുടെ വാട്സാപ്പ്, നമ്മുടെ സ്റ്റാറ്റസുകൾ നമ്മൾ ഈശോയെ മഹത്വപ്പെടുത്താൻ കൂടി നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മുടെ ഫേസ്ബുക്ക് നമ്മൾ ഡെയിലി വചനങ്ങൾ പോസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇൻസ്റ്റാഗ്രാം, ആ രീതിയിൽ നമ്മളൊരു വാഹനം എടുത്തു, നമ്മളൊരു വണ്ടി,
ആ വാഹനത്തിൻ്റെ പിറകിൽ നമ്മൾ ദൈവവചനം എഴുതുന്നു. അപ്പോൾ ഇങ്ങനെ പരസ്യമായിട്ട് യേശുവിന് സാക്ഷ്യം നൽകാൻ കിട്ടുന്ന ചാൻസിലെല്ലാം സാക്ഷ്യം നൽകണം. ഒരിക്കലും ഞാൻ ഓർക്കുന്നു, ഞാൻ ഒരു പാർക്കിലിരിക്കുമായിരുന്നു, ഒറ്റയ്ക്കിരിക്കുമായിരുന്നു. ഈ സമയത്തൊരു കൈനോട്ടക്കാരൻ വന്നു. കൈ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അല്ല, കൈ നോക്കിത്തരാം. ഞാൻ പറഞ്ഞു വേണ്ട. അപ്പം പുള്ളി പറഞ്ഞു, നിങ്ങൾ ഒരു അധ്യാപകനല്ലേ? പുള്ളി പറഞ്ഞാൽ കറക്റ്റാണ്. കാരണം സാധാരണ അറിയാം ഞാൻ എന്താണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത്. പുള്ളി പറഞ്ഞു അടുത്തത് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു ചേട്ടാ വേണ്ട, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ ഭാവി യേശുവിൻ്റെ കാര്യങ്ങളിൽ സുരക്ഷിതമാണ്. അതുകൊണ്ട് ചേട്ടൻ ഭാവി പറഞ്ഞിട്ട് വേണ്ട ഞാൻ അറിയാൻ എന്ന് പറയും. അപ്പം ആ കുറച്ച് സമയം നമുക്ക് കിട്ടിയുള്ളൂ. ആ സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ യേശുവിനെ കൊടുക്കണം. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു, അടുത്തിരിക്കുന്ന ആൾ നമുക്കറിയത്തില്ല. നമ്മുടെ മലയാളികൾ വലിയൊരു പ്രശ്നമാണ്, എൻ്റെയും പ്രശ്നമാണ്, നമ്മൾ അടുത്തിരിക്കുന്ന ആളുകളടുത്ത് മിണ്ടത്തില്ല. മണിക്കൂറുകൾ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യും, ബസ്സിൽ യാത്ര ചെയ്യും. എന്നാൽ അടുത്തിരിക്കുന്ന ആളോടത്ത് ഒരു കുശലം പോലും നമ്മൾ അന്വേഷിക്കത്തില്ല. നമ്മളായി, നമ്മുടെ മൊബൈൽ ഫോണായി, നമ്മുടെ സമയമായി. ഞാനും ഇങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അടുത്തിരിക്കുന്ന ആൾ നമ്മളൊന്ന് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം. എന്നിട്ട് യേശുവിനെ, ചിലപ്പോൾ ആവശ്യമുള്ള വ്യക്തിയായിരിക്കും, എല്ലാവർക്കും യേശുവിന് ആവശ്യമുണ്ട്, നമ്മൾ ഈ സൊല്യൂഷൻ കൊടുക്കണം. ഞാൻ ഓർക്കുന്നു, എൻ്റെ അടുക്കൽ ഒരു വ്യക്തി പറഞ്ഞു, ഇങ്ങനെ മക്കൾ ഇല്ല, കുഞ്ഞുങ്ങളാവുന്നില്ല, അബോട്ടായി പോകുന്നു, താനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ അറിയുന്ന ഒരു വ്യക്തിയാണ്, മറ്റു മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് എങ്ങനെ തോന്നി അറിയത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഉടനെ നെറ്റിൽ സെർച്ച് ചെയ്തു ഈ കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ ആരാണെന്ന്. അങ്ങനെ ഒരു വിശുദ്ധയുടെ പേര് കണ്ടെത്തി, ആ പ്രയറും കണ്ടെത്തി ഞാൻ ഇവർക്ക് അയച്ചു കൊടുത്തു. ഞാനിത് അയച്ചു കൊടുക്കുന്നത് ഫെബ്രുവരി 21-ാം തീയതി. ഞാൻ പറഞ്ഞു 30 ദിവസത്തിനുള്ളിൽ, മാർച്ച് 21-നുള്ളിൽ നിങ്ങൾ ഗർഭിണിയാവുമെന്ന്. ഡാനിലച്ചൻ പറയുന്ന കാര്യമുണ്ട്, നമ്മുടെ നാവ് നമ്മൾ പറയണത് പോലെ സംഭവിക്കും. അപ്പോൾ ഇവിടെ ഇത് ഞാൻ പറഞ്ഞത് യേശുവിനെ മഹത്വപ്പെടുത്താൻ, അതായത് യേശു വിചാരിച്ചാൽ നടക്കാതായിട്ട് ഒന്നുമില്ലെന്ന് ഇവർ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ പ്രാർത്ഥന വർദ്ധിച്ചോ, ഈശോ തരും. കൃത്യം 30-ാം ദിവസം മാർച്ച് 21-ാം തീയതി അവരെനിക്ക് മെസ്സേജ് അയച്ചു, അവർ പ്രഗ്നൻ്റ് ആയെന്ന് പറഞ്ഞിട്ട്. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ഞാൻ ഒരു വചനം നോക്കൂ, ഞാൻ നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളെപ്പോലുള്ള വ്യക്തികളാണ്. വചനപ്രഘോഷകൻ്റെ ശൈലിയോ സംസാരമോ ഒന്നുമല്ല. അപ്പോൾ എന്നെക്കൊണ്ട് ഇത് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ടും ഇത് പറ്റും. അങ്ങനെ നമ്മളെക്കൊണ്ട് കിട്ടുന്ന ചാൻസിലെല്ലാം യേശുവിനെ നമ്മൾ പ്രഘോഷിക്കുക. പബ്ലിക്കായിട്ട് ആരെങ്കിലും ദൈവദൂഷണം സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ നമ്മൾ അതിനെതിരെ നമ്മൾ പോസ്റ്റ് എടുക്കുക, യേശുവിനെ മഹത്വം ഉയർത്തിപ്പിടിക്കുക, യേശുവിൻ്റെ ദൈവത്വം ഉയർത്തിപ്പിടിച്ച് നമ്മൾ സംസാരിക്കുക എന്നുള്ളത്, അതായത് സത്യം നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ രീതിയിൽ ദൈവത്തെ ആരാധിച്ച് യേശുവിനെ പ്രഘോഷിച്ച് ആത്മാക്കളെ നേടി യേശുവിനെ മഹത്വപ്പെടുത്തുന്നൊരു ലൈഫ് സ്റ്റൈലാണ് നമ്മളെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, എല്ലാം ഈശോ നോക്കിക്കോളും. എല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത്, അതായത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറ, ഞാൻ ഈ മൊബൈൽ ഫോണിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അതും എനിക്ക് രാത്രി കിടന്നിട്ട് ഉറക്കമില്ല, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, ഈശോയെ പറ്റി പറയണം എന്ന്. അപ്പോൾ വളരെ ഇൻട്രോവേർട്ടാണ് ഞാൻ. അപ്പോൾ എനിക്കിങ്ങനെ എന്നെ തന്നെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇതെങ്ങനെ, പക്ഷേ ഇങ്ങനെ ആരോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ പ്രാർത്ഥിച്ച് തീരുമാനമെടുത്തു. അപ്പോൾ ഈ ഫോണിലാണ്. പക്ഷേ എനിക്കൊരു നിർബന്ധമുണ്ട്, ഈശോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അതിനെ ഏറ്റവും ബെസ്റ്റിൽ ചെയ്യണമെന്നുള്ളത്, അതിനെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ വീഡിയോസ് എടുക്കാൻ തുടങ്ങി. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഞാൻ കാറിനകത്തിരുന്നിട്ടാണ് ഞാൻ ഇതെടുക്കുന്നത്. പക്ഷെ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഞാൻ പറഞ്ഞു, ഈശോയെ എനിക്കൊരു ക്യാമറ തരണം. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട്, ആരാണ് ഇത്രയും പൈസ കൊടുത്തൊരു ക്യാമറ വാങ്ങിച്ച് തരാൻ പോണത്? എന്നെ കൊണ്ടും തന്നെ വാങ്ങിക്കാനുള്ള സിറ്റുവേഷൻ ഇല്ല. ഞാനൊരു 3-4 തവണയേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പിന്നെ എനിക്കത് മറന്നുപോയി ആ കാര്യം. അങ്ങനെ ഇരിക്കുകയാണ്. ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വ്യക്തി വിളിക്കുന്നു. അദ്ദേഹം വിളിച്ചു, നേരിട്ട് അദ്ദേഹം ചോദിക്കുന്ന കാര്യം, ഞാൻ എന്താണ് വാങ്ങിച്ചു തരേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. അദ്ദേഹം ചോദിച്ചു, ഞാൻ ഒരു ക്യാമറ വാങ്ങിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഈ ക്യാമറ ഉപയോഗിച്ചിട്ട് ഇന്ന് വീഡിയോ എടുക്കുന്നത്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ, കർത്താവ് ഒരു മൈക്ക് കിട്ടിയിരുന്നെങ്കിൽ. ആളുകൾ പറയുന്നു ഈ മൈക്ക് യൂസ് ചെയ്യുമ്പോൾ, ഞാൻ ആക്ച്വലി മറ്റൊരു മൈക്രോഫോൺ ഇവിടെ ഉണ്ട്, അപ്പോൾ ഞാൻ ഈ മൈക്കാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒത്തിരി നോയ്സാണ്, ആളുകൾ പറയുന്നത് സൗണ്ട് പോരാ, കർത്താവ് ഒരു മൈക്ക് അല്ല. ഞാൻ പ്രാർത്ഥിച്ചതുപോലുമില്ല. ഞാൻ ഓർത്തു ഒരു പൈസ ശേഖരിച്ച് വെച്ച് ഒരു നല്ലൊരു മൈക്ക് വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതേപോലൊരു വ്യക്തി എന്നെ വിളിച്ച് പറഞ്ഞു, ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ കാണാൻ പോയപ്പോൾ
എനിക്ക് മൈക്ക് തന്നത്. ഈ ഒരു മൈക്കിൻ്റെ സെറ്റാണിത്. അത് നല്ല ക്വാളിറ്റിയുള്ള മൈക്ക്, 15,000 രൂപയുടെ ഒരു മൈക്കാണിത്. നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ മതി. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒന്നും ഉണ്ടാകത്തില്ല. ഈ 5 അപ്പം കൊടുത്താൽ മതിയെന്നേ. ഈ 5 അപ്പം 2 മീൻ കൊടുത്താൽ കർത്താവ് 5,000 ആക്കിയിട്ട് തരും. അങ്ങനെ നമ്മൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, പിന്നെ നമ്മുടെ ജീവിതം തന്നെ മാറും. ഞാനിങ്ങനെ ഒതുങ്ങി കഴിഞ്ഞ് പോകാൻ ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഡാനിയലച്ചൻ്റെ ഒരു ടോക്ക്, ഞാൻ എന്താണ് എപ്പോഴും ഡാനിയലച്ചൻ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ അദ്ദേഹത്തെ പറ്റിയും കൂടെ ഞാൻ പറയട്ടെ. ഞാൻ ചില കാര്യങ്ങൾ അദ്ദേഹം പറയണത് എനിക്ക് ചിലപ്പോൾ ഒരു എതിർപ്പുണ്ട്. പക്ഷേ 99.99% ഓക്കെ. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇപ്രകാരമാണ്. ഞാൻ ഒട്ടുമിക്ക പ്രശസ്തമായുള്ള ധ്യാനകേന്ദ്രങ്ങളിൽ പോയിട്ടുണ്ട്. നമ്മൾ ഡൊമിനിക് അച്ഛൻ്റെ അടുത്ത് പോയിട്ടുണ്ട്, സീവർക്കൻ അച്ഛൻ, ഡാനിയൽ അച്ഛൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇങ്ങനെയാണ്. ഞാൻ ഇതൊന്നും ഒരു കുറ്റപ്പെടുത്തലുകളോ ഒന്നുമല്ല കേട്ടോ. അപ്പം നമ്മൾ ഈ ഡാനിയൽ അച്ഛൻ്റെ ഒഴികെയുള്ള മറ്റ് ധ്യാനകേന്ദ്രങ്ങളിൽ നമ്മൾ പോകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ, നമ്മുടെ ഇന്ന ഒരു പെർട്ടിക്കുലർ ഒരു തടസ്സം മാറാൻ, ഒരു ബന്ധനം മാറാൻ, ഇതിനൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ എൻ്റെ ഈ 31 വർഷത്തെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, പ്രശ്നമില്ലാത്ത ഒരു ദിവസമില്ല. ഈ പ്രശ്നം കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം വരും. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അനിൽ അംബാനിക്കും മുകേഷ് അംബാനിക്കും പോലും പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഓരോ പ്രശ്നവും മാറാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര കാലം ധ്യാന കേന്ദ്രങ്ങൾ കയറി ഇറങ്ങും, എത്ര കാലം ഞാൻ ഓരോ ധ്യാന ഗുരുക്കന്മാരെ കാണും. അപ്പോൾ ഇതിനൊരു പരിഹാരമില്ല. അപ്പോൾ ഇതൊക്കെ മാറി ഞാൻ എന്നാണ് യേശുവിനെ പറ്റി പ്രഘോഷിക്കുക? കാരണം മനസ്സിലൊരു സമാധാനം ഉണ്ടായി നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞാലല്ലേ നമുക്ക് ഈശോയെ കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു സമാധാനം ഉണ്ടാവട്ടെ. എനിക്കില്ലാത്ത സമാധാനം ഞാനിങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രശ്നവും, 10ാം ക്ലാസ്സിലെ പരീക്ഷ, +2ലെ പരീക്ഷ, ഡിഗ്രി, എക്സാം കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് മക്കൾ, പിന്നെ മക്കളുടെ കാര്യം, ഇങ്ങനെ പോകുന്നു നമ്മുടെ ആവശ്യങ്ങൾ. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ആശ്രയിക്കുന്നത് ധ്യാനകേന്ദ്രങ്ങളെയാണ്. അപ്പം ഈ ധ്യാനകേന്ദ്രങ്ങൾ നമ്മൾ മീൻ അന്വേഷിച്ചാണ് പോകുന്നത്. കുറച്ച് മീൻ തരുമോ എന്ന്. അപ്പോൾ അവിടുന്ന് നമുക്ക് കുറച്ച് മീൻ തരുന്നു. അപ്പോൾ നമ്മൾ വരുന്നു, തിരിച്ചു വരുന്നു, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ മീൻ തീരും. അപ്പോൾ ഞാൻ വീണ്ടും പോകേണ്ടി വരും. ഇത് ലൈഫ്, ഞാൻ മരിക്കുന്നിടത്തോളം ഇതിങ്ങനെ തന്നെയാണ്. അപ്പം ഡാനിയലച്ചൻ്റെ അവിടെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, അച്ഛൻ മീനല്ല കൊടുക്കുന്നത്, അച്ഛൻ ചൂണ്ടയാണ് കൊടുക്കുന്നത്. ഇനി നിങ്ങൾ പോയി മീൻ പിടിച്ചോണം. അതുകൊണ്ട് എന്താണ്, ഈ ചൂണ്ടയുള്ളിടത്തോളം കാലം എനിക്ക് മീനിന് പഞ്ഞം ഉണ്ടാകത്തില്ല. ഇനി ഈ ചൂണ്ട ഉള്ളിടത്തോളം കാലം ഞാൻ ആ ധ്യാനകേന്ദ്രത്തിൽ പോലും ഞാൻ പോകേണ്ട ആവശ്യം വരുന്നില്ല. ഒരു ധ്യാനകേന്ദ്രത്തിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. ആ ചൂണ്ടയാണ് ഞാൻ മനസ്സിലാക്കിയത് ദൈവവചനം. അപ്പോൾ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു ബോധ്യം ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അച്ഛൻ്റെ വീഡിയോസാണ് ഞാൻ കൂടുതൽ കാണാറ്. അതുകൊണ്ടാണ് ഞാൻ ഡാനിയലച്ചൻ്റെ എക്സാമ്പിൾ ഞാൻ പറയുന്നത്. അത് കാണുന്ന ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാവും. അതിലൊക്കെ അച്ഛൻ പറയുന്ന വ്യാഖ്യാനങ്ങളൊക്കെ ഒത്തിരി ആഴത്തിലുള്ള കാര്യങ്ങളാണ്. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് മാറ്റങ്ങളും നമ്മൾ ഇച്ചിരി കൂടെ ആത്മീയമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സകല കാര്യങ്ങളും ഈശോ നോക്കും. അതുകൊണ്ട് ജനുവരി 1-ാം തീയതി ഇന്നു മുതൽ നമ്മൾ ചിന്തിക്കേണ്ടത്, രാത്രി കിടക്കുമ്പോൾ യേശുവിനെ എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാം, ഇതായിരിക്കും നമ്മുടെ ചിന്ത. ഇത് മൈൻഡിൽ വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും ബെനഡിക്താ തുൻ മൊളിയരിബൂസ് എഡ് ബെനഡിക്തൂസ് ഫ്രുക്തൂസ് വെൻട്രീസ് തു യേസൂസ് സാങ്ക്ത മരിയ മാതർ ദൈ ഓരാ പ്രൊനോബിസ് പെക്കാത്തോരിബൂസ് മുങ്കേത്തിനോർ മോർത്തിസ് നോസ്ത്രേ ആമേൻ. വിവാ ക്രിസ്തോറെ.